ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്താണ് രാവിലെ ചിന്തിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ കാർഡിൽ കാണിക്കുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക്. ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും റീഡിങ്ങിന് നിങ്ങളൊരു കമൻറ്റ് അയക്കണം കേട്ടോ. ഞാൻ എപ്പോഴേലും ഒരു റീഡിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ടോ തേർഡ് പാർട്ടിയുടെ പുറകെ പോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ റീഡിങ്ങിൽ കാർഡ് കാണിക്കുക എനിക്ക് ഡിവൈൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മളിപ്പം പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ തേർഡ് പാർട്ടിയുടെ കാർഡാണ് കൂടുതലും വരുന്നത്. ആ ഒരു എനർജി എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അത് നിങ്ങൾ അറിയണമെന്ന് ഡിവൈൻ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ വന്ന് കാണും. ഡിവൈൻ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തോട്ടെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടത്തുള്ളൂ. അപ്പോൾ ഇത് മൊത്തം ഇരുന്ന് വാച്ച് ചെയ്തിട്ട് നമ്മളെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയുള്ളവർ എന്തിനാണ് ഈ വീഡിയോ? എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ഒരാളൊക്കെ കാണത്തുള്ളൂ കേട്ടോ. കാരണം എനിക്ക് പോസിറ്റീവായിട്ട് കമൻറ്റ് ഇട്ടിട്ട് പോകുന്നത് അത് എനിക്കല്ല, നിങ്ങൾക്ക് ആ ഒരു എനർജി, നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും. എനിക്ക് എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. എൻ്റെ അടുത്തൊന്ന് വന്നിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ പോസിറ്റീവായിട്ട് അവർ പോകുന്നത്. ഒരിക്കലും ഇങ്ങനെയുള്ള ബന്ധത്തിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുവോ ഇങ്ങനെയുള്ള ബന്ധത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യത്തില്ല. നിങ്ങളെ വേദനിപ്പിച്ച് പോയൊരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും പോ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു വ്യക്തി കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കാണുമ്പം അവർക്ക് എനർജി കിട്ടുവാന്ന്. എങ്ങനെ കാണും? എന്ത് എനർജി? അത് ഇപ്പം ഈ വ്യക്തി എന്തിനാണ് ഈ റീഡിങ് മൊത്തം ഇരുന്ന് കണ്ടത്? മൊത്തം കണ്ടിട്ടല്ലേ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് അല്ലേ. അങ്ങനെ ഞാൻ പറയുന്നത്, ഇപ്പോഴും പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ കാണുക. എനിക്ക് ഒത്തിരി പോസിറ്റീവായിട്ട് എൻ്റെ കുറച്ച് വ്യക്തികളുണ്ട്, എന്നെ സ്ഥിരം കാണുന്ന എൻ്റെ കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് എല്ലാവരെയും അറിയാം. ഞാൻ എപ്പോഴും എനിക്ക് മാക്സിമം ഞാൻ അവർക്ക് എനിക്കിപ്പോൾ റിപ്ലൈ അയക്കാൻ പറ്റത്തില്ല. അതിന് ഞാനൊരു ലൈക്കേലും അടിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം എനിക്ക് റീഡിങ്ങും ഒക്കെ ഉണ്ട്. നമ്മളുടെ ഇതിൽ ദൈവം നമുക്ക് കാട്ടിത്തരുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഷെയർ ചെയ്യുന്നത്. എൻ്റെ എനർജിയിൽ ആ സമയം വരുന്നത് എന്താണോ അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇല്ലാത്ത കാര്യത്ത് പറയുവാട്ടെ. എനിക്ക് കാർഡ് പറയുന്ന കാര്യം പറയാനേ പറ്റത്തുള്ളൂ. ഒരിക്കലും ആരെയും സുഖിപ്പിച്ചൊന്നും ഞാൻ സംസാരിക്കത്തില്ല. ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ സംസാരിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ സംസാരിക്കത്തുമില്ല. അങ്ങനെ പേഴ്സണലായിട്ട് റീഡിങ് എടുക്കാൻ വരുന്നവർക്കറിയാം ഞാൻ എന്താണെന്ന് അറിയാം. എന്നെ കാണുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന, എന്നെ ഒരു ദൈവത്തെ പോലെ കാണുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടോ. പക്ഷേ റീഡിങ് ഫുള്ള് വാച്ച് ചെയ്തിട്ട് ഞാൻ ആരെയും എന്താ ഇങ്ങനെ നിങ്ങൾ പോകണം ഒരിക്കലും പോവരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. പോവരുത്. നമ്മളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയുടെ കൂടെ നമ്മൾ എന്തിനു പോകണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. നമ്മളെ മനസ്സിലാക്കാതെ പോയൊരു അതിപ്പോൾ ചിലപ്പം എക്സ്ട്രാ മാരിറ്റൽ മാത്രം കാണത്തില്ല അതിനകത്ത്. എത്രയോ പെണ്ണുങ്ങൾ എത്ര പേരാണ് എന്നെ വിളിക്കുന്നത്. എനിക്ക് റീഡിങ് വരുന്ന മൊത്തം കൂടെ നിൽക്കുന്ന ആൾ ചതിക്കുന്ന ആൾക്കാരാണ് വിളിക്കുന്നത്. അറിയാം. എനിക്കിത് രാവിലെ കൂടി മെസ്സേജ് വന്നു. നമ്മൾ സ്പെൽ വർക്കൊക്കെ ചെയ്ത് വിട്ടിട്ട് നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഓരോരുത്തർ നമുക്ക് മെസ്സേജ് അയക്കും, മേഡം ഒരുപാട് നന്ദി. അവരാ അനുഗ്രഹിക്കുന്ന ഇത് മതിയോടോ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പം നമ്മുടെ കാര്യങ്ങൾ അറിയാൻ വരുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ. ഒരാൾ കമൻറ്റ് ഇട്ടത് ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനകത്ത് കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ അപ്പം തന്നെ നമ്മളെ ഫുള്ള് വാച്ച് ചെയ്തിട്ടിരുന്നിട്ട് ആ വ്യക്തി പറയുന്നു ഇങ്ങനെയുള്ള ഇത് ചെയ്യുന്നത് എന്താ വരുമാന മാർഗം കൂട്ടാനാണ്. വരുമാന മാർഗം എന്താണെന്ന് പേഴ്സണൽ റീഡിങ്ങിന് എടുക്കാൻ വരുന്നവർക്കറിയാം എൻ്റെ വരുമാനം എന്താണെന്ന്. ഞാൻ അത്ര വലിയ കോടീശ്വരിയോ അല്ല. ഇതുകൊണ്ട് എനിക്ക് ഒരു വരുമാനവും ഇല്ല. ഞാൻ എന്താ മേടിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് വരുന്നവർക്കറിയാം. അത്ര മതി. നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ എന്നെ കാണുന്നുണ്ട് കേട്ടോ. അവർക്കുള്ള റീഡിങ് അത് കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ അവരുടെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരിക കേട്ടോ. അവരുമായിട്ട് നിങ്ങൾ നല്ല മൊമെൻറ്റുകളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്തതൊക്കെ ഓർത്തെടുക്കുക. അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വ്യക്തികൾക്ക് എൻ്റെ ഒരുപാട് 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു കേട്ടോ. എനിക്ക് മുൻപോട്ട് പോകാനുള്ള ഒരു ഇത് നിങ്ങളാണ് തരുന്നത്. അപ്പം എല്ലാവരോടും ഞാൻ നന്ദി അറിയിച്ചു. നമ്മൾ കാർഡ് ഷഫിൾ ചെയ്തിട്ട് ഞാൻ കാണിക്കാവേ. കാരണം കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ ഒത്തിരി ലെങ്ത് കൂടും. അത് കഴിയുമ്പോൾ കാണിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്താണ് ഇന്ന് രാവിലെ ചിന്തിച്ചതെന്ന് നമുക്ക് നോക്കാം കേട്ടോ.
അപ്പം ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ ഏതോ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മോശം സമയമായിരിക്കാം, അല്ല നിങ്ങളെ ഇട്ടിട്ട് പോയി. നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നത് ഫീലിങ്സ് ആണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ എന്താണ് രാവിലത്തെ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്ന കാർഡ് ഇങ്ങനത്തെയാണ്. ഏതോ ഒരു സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തിയുടെ കാർഡാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആകാൻ പോവുകയാണ് കേട്ടോ. ഇത് സണ്ണാണ് വന്നിരിക്കുന്നത്. അവിടെ റിവേഴ്സാണ്. ചെന്ന സിറ്റുവേഷൻ വളരെ മോശമാണ് വന്നിരിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. അതായത് ദ സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട്, വേൾഡ് കാർഡും വന്നിട്ടുണ്ട്. അവർ പോയ ഒരു സ്ഥലത്ത് അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് ഇല്ല. അവർ ഭയങ്കര സാഡാണെന്നാണ് കാണിക്കുന്നത്. അതായത് ഗേൾ ഓർ ബോയ് ആരും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത് ഏത് സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ മണി മാറ്റർ ആകാം, എന്ത് ഫിനാൻഷ്യൽ ആകാം, അല്ലെങ്കിൽ കൂട്ടുകെട്ടാകാം, അങ്ങനെ ഇന്നൊന്നുമില്ല. തേർഡ് പാർട്ടി ഏത് രീതിയിലും വരാം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ഒരു സിറ്റുവേഷൻ തന്നെ തേർഡ് പാർട്ടി ആയിട്ട് വരാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അതായത് നിങ്ങളെ ഇട്ടേച്ച് പോയ, അതിൽ നിങ്ങൾക്ക് മറ്റൊരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇട്ടേച്ച് പോയ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഹാപ്പി അല്ല, ഒട്ടും ഹാപ്പി അല്ല. ആ ഒരു സിറ്റുവേഷന് എൻഡ് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു റീബർത്ത് വരാൻ പോവുകയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലപ്പം പ്രഗ്നൻസി ഒക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു ലോകം നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും പുതിയൊരു സ്നേഹബന്ധം സൃഷ്ടിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു റീബർത്താണ് കാണിക്കുന്നത് കേട്ടോ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രഗ്നൻസി ആകാം, ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അതാകാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയൊരു അതായത് ഡെത്ത് കാർഡ് ഒരു എൻഡിങ് സംഭവിച്ചിട്ട് അതിന് ശേഷം ഒരു ന്യൂ ബർത്താണ് ഇതുണ്ടാകാൻ പോകുന്നത് കേട്ടോ. ന്യൂ ബർത്ത് സംഭവിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ബാക്കി എല്ലാം റിവേഴ്സ് കാർഡാണ്. പിന്നെ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന, അതായത് നിങ്ങളെ ഇട്ടിട്ട് പോയൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരാളുടെ എനർജി നമുക്ക്, ഒരാളുടെ അല്ല ഒരുപാട് പേരുടെ ഉണ്ട്. നമ്മളിങ്ങനെ ഒരാളെന്നെ പാർക്കും, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പയ്യെ എല്ലാം നെയ്ത് കൂട്ടണം. അതായത് തകർന്നുടഞ്ഞതെല്ലാം നെയ്ത് കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിലേക്കാണ്, അതായത് അവിടെ ആ സിറ്റുവേഷനിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, ഇനി സന്തോഷങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നിങ്ങളിലേക്കാണ് തിരിഞ്ഞു നോക്കി നിൽക്കുന്നത്. നിങ്ങളോടുള്ള ആ ഒരു ഇതിലാണ് തിരിഞ്ഞു നോക്കി നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു കാർഡ് നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് പറയുന്നത്, സന്തോഷവും സമാധാനമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ അയാൾക്ക് ഈ ഒരു സിറ്റുവേഷൻ കാരണം അവിടെ ഹാപ്പി ആകാൻ ഒട്ടും പറ്റുന്നില്ലെന്നാണ് കാണിക്കുന്നത്. അവർക്ക് നല്ല പെയിൻ ഉണ്ട്, നല്ല ഒരു എന്താ പറയുന്നത്, ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുമെന്ന് ദൈവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബർത്ത് സംഭവിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സ് നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങൾക്കൊരു കപ്പ് ഓഫർ തരണം, നിങ്ങളിലേക്ക് വരണം, ആ പഴയ സ്നേഹബന്ധം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി രാവിലെ ചിന്തിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് സൺ കാർഡ് വന്നിട്ടുണ്ട്. ആ പഴയ ഒരു സ്നേഹം, പഴയ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണം, പഴയ ഓർമ്മകളിൽ ജീവിക്കണം. അയാൾക്ക് ഒട്ടും അവിടെ പറ്റുന്നില്ല. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നാണ്. പക്ഷേ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഉടനെ തന്നെ ഒരു ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളിൽ വന്ന് ആ ഒരു എന്താ പറയുന്നത്, പഴയതിലും നല്ല രീതിയിൽ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയിട്ടാണ് മസ്റ്റായിട്ടും വിചാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തയിലാണ് രാവിലത്തെ ദിവസം തന്നെ അവർ എന്താ പറയുക ഉണർന്നെഴുന്നേറ്റേക്കുന്നത്. നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ, നിങ്ങളുമായിട്ട് നിങ്ങൾ വേണേൽ ഫിനാൻഷ്യലിയൊക്കെ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അവരുടെ സാഹചര്യം ഭയങ്കര ഇതാണ്, ടഫാണ്, ഭയങ്കര സാഡാണ്. അവർക്ക് ഫിനാൻഷ്യലിയൊക്കെ ഒരുപാട് സ്ട്രഗിളൊക്കെ അവർ അനുഭവിക്കും. നിങ്ങൾ ചിലപ്പം പൈസയൊക്കെ കൊടുത്ത് ഒരുപാട് അവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ കൂടെ നിന്നിട്ടുണ്ടായിരിക്കാം. അവർ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ഫലമെന്ന് വേണേൽ പറയാം കേട്ടോ. അവർ രാവിലെ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളോടൊപ്പം വരിക, നിങ്ങളുമായിട്ട് നല്ലൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. പഴയ പോലെ തന്നെ അതിൻ്റെ പഴയതിലും കൂടുതലാണ് ആഗ്രഹിക്കുന്നത്. പഴയതിലും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്ന് ആ സ്നേഹബന്ധം പുതുക്കി നല്ല രീതിയിൽ കൊണ്ടുപോവുക. നമുക്ക് മുമ്പത്തെ കാർഡ് കിട്ടിയത് ഒരു ഡെത്ത് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊരു എൻഡിങ് വരും. ഡിവൈൻ അവിടെ ഒരു എൻഡിങ് നടത്തിയിട്ടേ ഉള്ളൂ ഇവിടെ ഒരു ബർത്ത് സംഭവിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ന്യൂ ബർത്ത് സംഭവിക്കുമ്പം നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. രാവിലെ നിങ്ങളെ പറ്റിയിട്ടാണ് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം അവിടുത്തെ അവസ്ഥയെല്ലാം വളരെ മോശമാണ്. 24 മണിക്കൂറും നിങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്.
അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം നമ്പറുണ്ട്. അതുപോലെ തന്നെ കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തു തർക്കം, അതുപോലെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക തടസ്സങ്ങൾ, അതായത് വിവാഹം നടക്കാനുള്ള തടസ്സങ്ങൾ, മറ്റ് അനവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നമ്പർ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ഇപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അഥവാ ഞാൻ കണ്ടില്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇത്രയും താമസിച്ചിട്ടാണ് ഞാൻ റിപ്ലൈ അയക്കുന്നതായിരിക്കും കേട്ടോ. എനിക്ക് റീഡിംഗ് എടുക്കാൻ വരുന്നവർക്കറിയാം, ഒരിക്കലും ഞാനത് വെച്ച് ലാഗ് ചെയ്യിപ്പിക്കത്തില്ല. മാക്സിമം ഞാൻ തിരിച്ച് വിളിച്ചിട്ട് ചോദിക്കാറേ ഉള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫ്, നിങ്ങളുടെ ഗ്രോത്ത്, മുന്നോട്ടുള്ള ഭാവി എന്താണ്, അതുപോലെ നിങ്ങൾക്ക് ലക്കുണ്ടോ, ഇങ്ങനെയുള്ള പല പല ജോലിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരിക്കുന്ന അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. അങ്ങനെയുള്ളതിനൊക്കെ എൻ്റെ കയ്യിൽ മറുപടി ഉണ്ട്. പേഴ്സണൽ റീഡിങ് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം.